ഓഹോ, പുറംകടലിലേക്കാണല്ലേ വിജയ? ചിലപ്പോ നമുക്കൊരു ബോട്ട് ചേസ് വേണ്ടി വരും. അതിന് നമുക്ക് ബോട്ട് എവിടെ? ബോട്ട് ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ലേ? ആര്, ഞാനോ? അതാ ഒരു ബോട്ട്. ഹലോ, ഒന്നിക്കണേ. My God, Allah! Udisha! Skady! Escape! Escape! ഗഫൂർക്ക, ഞങ്ങളെ ദുബായിൽ ഇറക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ച ദുഷ്ട. ദുബായ് കടപ്പുറാണെന്നും പറഞ്ഞ് നീ ഞങ്ങളെ മദ്രാശിയിലെ മറീന ബീച്ചിൽ ഇറക്കി വിട്ടു അല്ലടാ? പൊന്നു മക്കളെ, ഞാനും വിചാരിച്ച ദുബായി അന്ന്, അല്ലാതെ മനഃപൂർവ്വം ചെയ്തത്. കൊല്ലണ്ട കൊല്ലണ്ട. എന്തായാലും മദ്രാശി നമ്മളെ തെണ്ടിച്ചില്ല. ഒരു കണക്കിന് ഗഫൂർക്ക നമ്മുടെ ഭാഗ്യ നക്ഷത്രമാണ്. അതെ, നിലയും വിലയുള്ള രണ്ട് സിഐഡികളാണ് നമ്മളിപ്പോ. സിഐഡികൾക്ക് വേണമെങ്കിൽ ആരെയും എപ്പോഴും കൊല്ലാം. അതുകൊണ്ട് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഞങ്ങളോടൊന്ന് വാങ്ങിച്ച പൈസ തിരിച്ചാ. ജീവന് കൊതിയുണ്ട്, പക്ഷെ പൈസ ഇല്ല. ഇതെന്താണ് തന്റെ കയ്യില്? അത് മുറുക്കാൻ പോലെയാണ്. കാണട്ടെ. മുറുക്കാൻ പുതിയല്ലേ? അതെ. പൊന്നു കുട്ടികളെ പൈസ കൂട്ടുന്നാലും മറ്റൊരു കുടുംബം. എന്ത് എന്നെ കൊല്ല്. ഇനി ഈ തടി കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഈ അലവലാതി സീനികളുടെ ജോലിക്ക് വന്ന് എനിക്കിത് കിട്ടണം. ദാമു, തോന്നിയാസം പറയരുത്. ഞാൻ ഇനി തോന്നിവാസേ പറയൂ. മുഖം മൂടി വെച്ച് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കൊലപാതകയായിരിക്കുമെന്ന്. കൊലപാതകൾ വന്നാൽ അവരുടെ ആളാന്ന് കരുതിക്കോട്ടെന്ന് വിചാരിച്ച് എടുത്തിട്ടതാ, എന്നെ ഉപദ്രവിക്കാതിരിക്കാൻ. നീ മണ്ടനാണ് ദാമു. നിങ്ങളാ മണ്ടന്മാര്. കുറെ കാലമായല്ലോ പരക്കമായി തുടങ്ങിയിട്ട്. എന്ത് തേങ്ങ ഇതുവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ചത്? ഷട്ടപ്പ് ദാമു. മടുത്തു, എനിക്ക് ഈ ജീവിതം മടുത്തു. ശത്രുവല്ല സാമു, മുത്രമാണ്. ദാമു, ഇതാണ് ഞങ്ങളുടെ എല്ലാമായ ബാലേട്ടൻ. മദ്രാശിയെ വെച്ച് ഞങ്ങളുടെ പട്ടിണി മാറ്റിയ, ഞങ്ങൾക്ക് ജോലി വാങ്ങി തന്ന ബാലേട്ടൻ. സാറ് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇയാളെ കൊന്നേനെ. ബാലേട്ടാ, ഈ വീട്ടിൽ ഞങ്ങൾ സദാ ജാഗരൂകരാണ്. 1-2 ആക്രമണങ്ങൾക്ക് ശേഷം ഉണ്ടാക്കിയ ഒരു സംവിധാനമാണിത്. സിഐഡികളായത് പിന്നെ ഞങ്ങൾക്ക് ബാലേട്ടനെ കാണാൻ ഒത്തില്ല. ട്രെയിനിങ് കഴിയുന്നതിന് മുമ്പ് ഒരു കേസ് അന്വേഷണത്തിന് വേണ്ടി ഇങ്ങോട്ട് പോരേണ്ടി വന്നു. ദാമു, ചായ കൊണ്ടുവാ. ഞങ്ങൾ എല്ലാ വിജയത്തിന്റെ ആണിക്കല്ല് ബാലേട്ടനാ. ആ ബാലേട്ടന്റെ ആണിക്കല്ല് ഇളകിയിരിക്കുക. ആരിളക്കി? എങ്ങനെ ഇളക്കി? അതങ്ങനെ ഇളക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങളത് ഉറപ്പിച്ചു തരും. ഇന്ന് കാണുന്നവനെ നാളെ കാണില്ല. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. എന്ന് വെച്ചാൽ വട്ടായി പോയെന്ന് തോന്നുന്നു. ബാലേട്ടന്റെ മാനസികാവസ്ഥക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്. അത് തന്നെയാ വേറൊരു ഭാഷയിൽ ഞാൻ പറഞ്ഞത്, ഭ്രാന്താണെന്ന്. ദാസാ, ഈ ചെക്കൻ എനിക്ക് നേരത്തെ ഇഷ്ടമല്ല കേട്ടോ. ബാലേട്ടൻ പോയി കുളിക്കേ, എന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാം. വേണ്ട, ഞാൻ മേൽ വെച്ചോളാം. വേണ്ട, വിട്ടോ, ഞാൻ മേൽ വെച്ചോളാം. വേണ്ട. എന്താ അതിനകത്ത് ബോംബോ തോക്കോ വല്ലതും ഉണ്ടോ? ബാലേട്ടൻ പോയി കുളിക്കേ. കുളിക്കുന്നത് നെല്ലിക്ക വെള്ളത്തിലാവുന്നതാണ് ഒന്നുകൂടെ നല്ലത്. എന്റെ കയ്യിൽ നിന്ന് കിട്ടും. ബാലേട്ടാ, അത് തോക്കാണത് പൊട്ടും. പൊട്ടട്ടെ ബാലേട്ടാ, ഞാൻ ദാസൻ.
രാമദാസൻ, ബാലേട്ടന്റെ അയൽക്കാരനായിരുന്ന ആദാസൻ. മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ? അനങ്ങി പോകരുത്, രണ്ടെണ്ണത്തിന് ഞാൻ തട്ടും. ദാസാ, ഇയാൾക്ക് പ്രാന്താണെന്ന് ഞാൻ പറഞ്ഞപ്പോ നീ വിശ്വസിച്ചില്ല. ബാലേട്ടാ, നിങ്ങൾ എനിക്ക് എത്രയും പെട്ടെന്ന് കൊല്ലണം, അല്ലെങ്കിൽ എന്റെ ഭാര്യ മക്കളെ അവന്മാർ തട്ടും. ബാലേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? വന്നപ്പത്തോട് ഞാൻ ശ്രദ്ധിക്കുന്ന ഈ മാറ്റം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ബാലേട്ടാ, എനിക്ക് വയ്യ. രണ്ടാളും തന്നെത്താൻ വെടിവെച്ച് അങ്ങ് ചാവ്. എന്റെ ഭാര്യയും കുട്ടികളെയും അവന്മാര് കൊണ്ടുപോയി. നിങ്ങൾ ചത്തില്ലെങ്കിൽ അനന്തൻ നമ്പ്യാർ അവരെ കൊല്ലും. അനന്തൻ തമ്പിയാരോ? അതെ, അനന്തൻ നമ്പ്യാർ എന്നെ. നിങ്ങൾ കാരണം ജയിലിലായ നമ്മുടെ പഴയ അനന്തൻ നമ്പ്യാർ. കൊപ്ര ഇറക്കാൻ വന്ന എന്നെ നമ്പ്യാരുടെ ആളുകൾ തല്ലിച്ചതച്ചു. പിന്നെ ഈ തോക്കും തന്ന് ഇങ്ങോട്ട് അയച്ചു നിങ്ങളെ കൊല്ലാൻ. നമ്പ്യാർ ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്. ജയിൽ ചാടിയത് തന്നെ നിങ്ങളെ തട്ടാനാണത്രേ. നമ്പ്യാരുടെ ഇവിടുത്തെ സഹായികൾ ആരൊക്കെയാണ്? അതൊന്നും എനിക്കറിയില്ല. ഒരു തടിയൻ കാലമാടനാ എന്നെ തല്ലിയതും ഈ തോക്ക് തരിച്ചതും ഒക്കെ. തടിയൻ? കുറച്ച് കഷണ്ടിയൊക്കെ ആയിട്ട്? അതന്നെ. ഓഹോ, ഇനിയൊന്നും ആലോചിക്കാനില്ല. നമുക്കെല്ലാ തെളിവുകളും കിട്ടിക്കഴിഞ്ഞു. എന്ത് തെളിവ്? നമ്മളെ കൊല്ലാൻ തോക്ക് കൊടുത്തയച്ചത് ആ തടിയനാണെന്ന് ബാലേട്ടനെ കൊണ്ട് കോടതിയെ നമുക്ക് ബോധ്യപ്പെടുത്താം. അവനെ അറസ്റ്റ് ചെയ്ത് എല്ലാ കുറ്റങ്ങളും നമുക്ക് സമ്മതിപ്പിക്കാം. വിജയ, സർക്കിളിന് ഫോൺ ചെയ്യ്. ആവശ്യമുള്ള വാഹനങ്ങൾ, വെടിയുണ്ടകൾ, ബോംബുകൾ ഒരു ഏറ്റുമുട്ടലിന് തയ്യാറായിക്കൊള്ളൂ. ഈ നേരം വെളുക്കറായ നേരത്തെ ക്ലിയറാ? ഈ പ്രഭാതം ആ തടിയന്റെ അവസാനത്തെ പ്രഭാതമായിരിക്കും. സൂര്യരശ്മി കടക്കാത്ത ഇരുട്ടറയിൽ നിന്ന് ഇനിവരും മോചനമില്ല. സമയമാം രഥം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ക്ലിയറാ? ബാലേട്ടാ, ബാലേട്ടൻ ഒന്നുകൊണ്ട് ഭയപ്പെടണ്ട. ബാലേട്ടന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും ഒന്നും സംഭവിക്കില്ല. നമ്മൾ വരുന്ന വിവരം എങ്ങനെയോ അവൻ മണത്തറിഞ്ഞിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എങ്കിൽ നഗരത്തിലെ എല്ലാ റോഡുകളും ബ്ലോക്ക് ചെയ്യാൻ നമുക്ക് പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചു വേണ്ട, പറയാം. നമുക്ക് ആദ്യം അവനെ പിടിക്കാം, എന്നിട്ടാവാം പോലീസ്. യെസ്, ദാറ്റ് ഇസ് ആൻ ഐഡിയ. അമ്മ ഒരെ കഴുതകളെ പിടിച്ച് ജോലിക്ക് എടുത്തു. ഈ റാസ്കൽ കഴുതയില്ല സാർ, ഈ റാസ്കൽ കോവർ കഴുതയാണ്. ഇങ്ങനെയാണോ ഒരു മാന്യന്റെ മുറിയിലേക്ക് ചായ കൊണ്ടുവരുന്നത്? എവിടെ നിന്റെ മുടിയും താടിയും? നീ ഒരു നയവഞ്ചകനാണ്. തോളിലിരുന്ന് ചെവി തിന്നുന്നവരാണ്. ഞാൻ കോവർ കഴുതിയാണെങ്കിൽ നീ ഹിപ്പോപ്പൊട്ടാമസാണ്, കണ്ടാമൃഗമാണ്. അയാൾ എന്നെ തല്ലിയപ്പോ നീ ഒരു ചെറുവിരൽ അനക്കിയോ? നീ വേഷം മാറി നടക്കുമ്പോ ഞാൻ ഈ തല്ലിപ്പൊളി വേഷത്തിന് ഞാൻ ഇല്ലടാ. പണിയെടുത്ത് എന്റെ നടു ഒടിഞ്ഞു. ഞാൻ മദുരാശിയിലേക്ക് പോവുക. അവിടുത്തെ വല്ല ലോക്കൽ കേസുകളൊക്കെ അന്വേഷിച്ച് ഒരു സാധാ സിഐഡിയായി ഞാൻ ജീവിച്ചോളാം. ചെല്ലേ, മദ്രാശിയിലേക്ക് ചെല്ലേ. നിന്നെയും കാത്ത് അനന്തൻ നമ്പ്യാർ അവിടെ ഇരിപ്പുണ്ട് കൊല്ലാൻ. അനന്തൻ നമ്പ്യാരോ? അതേടാ, നമ്പ്യാർ ജയിലിയാടി. എന്റെ ഈശ്വര, എവിടെ നിന്നൊക്കെ കള്ളിയില്ലാതായോ? ആയി. വിജയ, ഇവിടുത്തെ കേസ് തെളിയിക്കാൻ കഴിഞ്ഞാൽ മന്ത്രിയോട് പറഞ്ഞ് നമുക്ക് ഇവിടെ പോലീസാകാം. മദ്രാശിയിൽ ചെന്നാൽ അനന്തൻ നമ്പ്യാർ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കില്ല. ചേട്ടൻ വന്നേ പിന്നെ എനിക്ക് സുഖമാ. അല്ലെങ്കിൽ ഈ പണി മുഴുവൻ ഞാനാ ചെയ്തോണ്ടിരുന്നത്. ചേട്ടന് പഴഞ്ചോറ് കിട്ടിയോ? നീ വിചാരിക്കുന്നത് പോലെയുള്ള ആ പോപ്പി ഒന്നുമല്ല ഞാൻ. അയ്യോ, ചേട്ടൻ ദേഷ്യപ്പെടാൻ മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. മുൻകോപക്കാരെ എനിക്കിഷ്ടമാ. അവരുടെ ഉള്ളിൽ സ്നേഹം കാണും. ചേട്ടൻ ആരെങ്കിലും ലവ് ചെയ്തിട്ടുണ്ടോ? എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. മാസം 1000-ലേറെ ശമ്പളം വാങ്ങുന്നവനാ ഞാൻ. 1000 രൂപയോ? നോണ പറയാതെ എന്റെ ചേട്ടാ. മാസത്തിൽ 40 രൂപയാ ചേട്ടന്റെ ശമ്പളം എന്ന് വലിയ തള്ള പറഞ്ഞു. കള്ളൻ. ആഹാ, എന്തുവാ ഇവിടെ രണ്ടാളും കൂടി? എനിക്ക് ചീത്തപ്പേരുണ്ടാക്കി വെക്കുവോ? തങ്കപ്പാ, ഞാൻ സൈക്കിൾ എടുത്തോണ്ട് നമ്മുടെ കൊപ്രാക്കളം വരെ ഒന്ന് പോണം. ഒരാളെ അവിടെ കൊണ്ടാക്കണം. അപ്പൊ ഇന്നലെ രാത്രിയിലും നമ്മളെ തട്ടാൻ അവൻ ശ്രമിച്ചിരുന്നു. അതെ, വളരെ ശ്രദ്ധയോടെ നീങ്ങിയാലേ കാര്യം നടക്കൂ എന്നവൻ പറഞ്ഞു. നമ്മളെ അവന് സ്വല്പം പേടിയുണ്ടെന്നർത്ഥം. വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഇല്ലത്രേ. ജയ, നമ്മളും ശരിക്കൊന്ന് തയ്യാറെടുക്കേണ്ടിയിരിക്കുന്നു. അത് അത്യാവശ്യമാണ്. ഏതായാലും ആളിനെ പിടികിട്ടിയല്ലോ. ഇനി കാര്യങ്ങൾ എളുപ്പമാണ്.
ചരട് വലിക്കുള്ള സമയമായിരിക്കുന്നു. നല്ല കാച്ചാണല്ലോ. ഇന്ന് എന്തോ നല്ല വിശപ്പ്. അതൊരു പുതിയ സംഭവമല്ലല്ലോ. ഇതുപോലെ നല്ല ഫുഡ് ഉണ്ടാക്കാൻ നമ്മുടെ പുതിയ താമസ സ്ഥലത്ത് ആ കുക്കിനോട് നീ ഒന്ന് പറയണേ. മൂക്കുമുട്ട തിന്ന് കിടന്നുറങ്ങാൻ വന്നവരല്ല നമ്മൾ. ദാസ, നമ്മള് സൗകര്യം കിട്ടുമ്പോ തിന്നില്ലെങ്കിൽ ഒടുവിൽ ഡയബറ്റീസ് വരുമ്പോ ഖേദിക്കും. ഇങ്ങനെ കഴിച്ചാൽ അതിനു മുമ്പ് തന്നെ ഖേദിക്കാം. വേറെ സാർ ഫ്രൈഡ് റൈസ് എത്തിയില്ലല്ലോ. ഉടനെ എത്തിക്കാം സാർ. പെട്ടെന്ന് ആയിക്കോട്ടെ. ശരി.